ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ SCO സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഏഷ്യൻ സൈഡിൽ അവരുടെ ഒരു ഡോമിനൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കൺസേൺ. അപ്പോൾ ഇപ്പോൾ അവർ പൊതുവെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയുമായിട്ട് ഒരു എക്സ്റ്റൻഷൻ, അതായത് ന്യൂഡൽഹിയുമായിട്ട് ഒരു കണക്ഷൻ വേണം എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നാളെ ഇന്ത്യ കാല് പിടിച്ചെന്നൊക്കെ വാർത്തയൊക്കെ വരും. കാരണം ആ രീതിയിലാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ട്രംപിന്റെ പ്രൊപ്പഗൻഡ. SCO സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മാർക്കോ റൂബിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. ഞങ്ങൾ ന്യൂഡൽഹിയുമായിട്ട് അടുത്ത ഘട്ട ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആ സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ ഞങ്ങൾക്ക് 0% താരിഫ് തരാം എന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി ട്രംപ് പറയുന്നുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇന്ത്യ അങ്ങോട്ട് ചെന്ന് കാല് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളിലൂടെ ആൾക്കാർ അടിച്ചിറക്കും. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് എന്താണ് SCO സബ്മിറ്റിൽ ഇവർ സംസാരിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡോളറിനെ വീക്കൻ ചെയ്യാനുള്ള പദ്ധതികൾ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞുള്ള ഒരു ബാങ്ക്, ആ ബാങ്ക് രൂപീകരിച്ച് അതിലുള്ള ഫണ്ട് ലോൺ കൊടുത്ത് സഹായിക്കാം. അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന ലോൺ റിക്കവറി ചെയ്യുമ്പോഴത്തേക്കും അവരവരുടെ കറൻസിയിൽ തന്നെയായിരിക്കും അവർ പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഗോൾഡായിട്ട് പേ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കറൻസി നമ്മൾ ഗോൾഡ് ആക്കും. അങ്ങനെ ഗോൾഡ് റിസർവ് കൂട്ടിക്കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഡെവലപ്മെന്റ് ബാങ്കിൽ. അങ്ങനെ ആ രീതിയിൽ ഡോളറിനെ ഡീവാലുവേറ്റ് ചെയ്യാം എന്നാണ് ഒരു തീരുമാനം. എന്തായാലും ഡോളറിന് ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പദ്ധതി, അതാണ് പ്രധാന അജണ്ട. പിന്നെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം തന്നെയും ഈ ഡോളറിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. കാരണം റഷ്യക്ക് ഒരു സ്വിഫ്റ്റ് ബാൻ കൊണ്ടുവന്നായിരുന്നു. ഈ റഷ്യക്ക് സ്വിഫ്റ്റ് ബാൻ കൊണ്ടുവന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരെ അതിനെക്കുറിച്ചുള്ള അങ്കലാപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഏത് സ്വിഫ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണോ അമേരിക്ക റഷ്യക്കെതിരെ ഐസൊലേഷൻ പ്ലാൻ ഉണ്ടാക്കിയത്, ആ സെയിം പ്ലാൻ തന്നെയാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ആഗോളതലത്തിൽ തന്നെ സ്വിഫ്റ്റ് എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ മെത്തേഡിനെ പേടിക്കുന്നുണ്ട്. അപ്പൊ അത് ട്രംപ് വരുന്നതിന് മുമ്പേ ആഗോളതലത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരുന്നു. പല ബ്രിക്സ് മീറ്റിംഗിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ സൈഡിലുള്ള കൂട്ടായ്മയിലുള്ള പല സംഘടനകളിലും ഈ ഒരു വിഷയം ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഭരണത്തിലേക്ക് വരുന്നത്. അങ്ങനെ ട്രംപ് ഭരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പീഡ് കൂട്ടുന്ന പരിപാടിയാണ്. കാരണം ട്രംപ് എടുക്കുന്ന എല്ലാ നിലപാടുകളും ഡോളറിനെ വീക്കൻ ചെയ്യുന്ന പരിപാടികളാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാം അങ്ങനെയാണ്. അതിൽ താരിഫ് ആയിക്കോട്ട്, പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുന്നതായിക്കോട്ട്, നെഗോസിയേഷന് പോയി കഴിഞ്ഞാൽ ആയുധം മേടിക്കണം എന്നുള്ള രീതിയിൽ ആയുധ കച്ചവടമായിക്കോട്ട്, ഇതെല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങളെ പേടിപ്പിക്കുന്നു. ആ പേടിപ്പിക്കലിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു പോളിസിയാണ് ഡോളറൈസേഷൻ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അത് 1200 ടൺ ഒക്കെയാണ്. കഴിഞ്ഞ ഒരു 7-8 മാസം കൊണ്ട് 1000-ലധികം ടൺ സ്വർണമാണ് വേൾഡ് സെൻട്രൽ ബാങ്കിൽ ശേഖരിക്കപ്പെട്ടത്. കാരണം സ്വർണത്തിലാണ് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡോളറിന്റെ വാല്യൂ കുറയുന്നതും സ്വർണം ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുടിൻ ഇന്ത്യയെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം പ്രതിസന്ധികളിൽ, അതായത് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ റഷ്യയെ സഹായിച്ചത് ഇന്ത്യയാണെന്ന് വെട്ടി തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ചൈന എവിടെ ഉണ്ടായിരുന്നു? ചൈനയെ അവിടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പാകിസ്ഥാൻ ഇതിൽ ഒന്നും അല്ലാതായിരിക്കും എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ അവിടെ വന്നു, തുർക്കിയുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു, മടങ്ങിപ്പോയി. ഇതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന വിഷയം. പാകിസ്ഥാന് യാതൊരു ഇമ്പോർട്ടൻസും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഷാങ്ഹായ് കോർപ്പറേഷൻ ആയിരുന്നു ഇത്തവണ സംഭവിച്ചത്. അതിന് പ്രധാന കാരണം ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്ത് സ്ഥാനമാണ്? പാകിസ്ഥാൻ ഷാങ്ഹായ് കോർപ്പറേഷനിൽ നിന്ന് സ്ഥാനം തെറിച്ച അവസ്ഥയിലാണ്. ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കാം, റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കാം, മൾട്ടിപോളർ അലയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്ത്യയിൽ വളരെ ശക്തമായ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു മാസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. പാകിസ്ഥാനുള്ളിൽ ഇപ്പൊ എന്ത് മാർക്കറ്റാണുള്ളത്? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് കിട്ടുന്നത്. ചൈനയ്ക്കാണെങ്കിലും ചൈനയുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ വിറ്റഴിക്കാം എന്നുള്ളൊരു ധാരണ ചൈനയ്ക്കുണ്ട്. അപ്പൊ ഇന്ത്യയെ ഒരു ബിസിനസ് ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യക്ക് ഉണ്ടാവുന്ന പർച്ചേസിംഗ് പവർ, ഈ ഉയർന്നു വരുന്ന GDP, അപ്പൊ ഇതൊക്കെ തന്നെ ചൈനയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈന സമ്മതിച്ചിട്ടുണ്ട്. കാരണം പണ്ടത്തതുപോലെ നമുക്ക് ഒരാൾക്ക് മാത്രം നേട്ടം കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ബിസിനസ് പറ്റില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്, അതായത് കൺസ്ട്രക്റ്റീവ് മാനറിൽ ട്രേഡ് ഡെഫിസിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അത് നോക്കി വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗിവ് ആൻഡ് ടേക്ക്.
അങ്ങോട്ടൊരെണ്ണം കൊടുത്താൽ ഇങ്ങോട്ടൊരെണ്ണം വേണം. ആ രീതിയിലാണ് ഇന്ത്യ ചൈനയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ചൈനയ്ക്കും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പഴയതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങ് വളർന്ന് പൊക്കിളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ SCOയിൽ മെമ്പറായിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 40% പോപ്പുലേഷൻ ഈ ഒരു SCO കൺട്രീസിലുണ്ട്. അതായത് ഗ്ലോബൽ പോപ്പുലേഷനിൽ 40% ഈ SCO കൺട്രീസ് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് SCO കൺട്രീസ് മാത്രമല്ല, ഇതിനകത്ത് ഡയലോഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒബ്സർവർ പാർട്ട്നേഴ്സ് ഉണ്ട്. ഒബ്സർവർ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് അഫ്ഗാനിസ്ഥാനൊക്കെ ഒബ്സർവർ പാർട്ട്ണറിലുള്ള രാജ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ട്രേഡ്, ടെക്നോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ചർച്ച നടന്നത്. ചൈന പിന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ AI ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വളരുന്ന ടെക്നോളജികളെല്ലാം തന്നെ അമേരിക്കയുടെ പക്കൽ അവർ ഒതുക്കി നിർത്തണം. അവർക്ക് അതിന്റെ കോപ്പിറൈറ്റ് വേണം. അത് അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല രീതിയിലുള്ള തീരുമാനങ്ങൾ അവർ കൊണ്ടുവരുന്നത്. പല സാങ്ഷൻസ്, NVIDIA പോലത്തെ പല കമ്പനികളുടെ ചിപ്പിനും സാങ്ഷനൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഓപ്പൺ ആണ്. എല്ലാവർക്കും എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും അതിന് ബദലായിട്ട് ടെക്നോളജി മേഖലയിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിന് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നും കൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടെക്കികൾ അമേരിക്കയുടെ ഉള്ളിലാണ് പോയി പണിയെടുക്കുന്നത്. അവിടെയാണ് അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ AI ബന്ധപ്പെട്ട് കൂടുതൽ പ്രോജക്റ്റുകൾ താല്പര്യമുള്ള ആൾക്കാർ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ ഐഡിയ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പ്രോജക്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നതിൽ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എടുത്തുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അതായത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഒരു വിഷൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരിയുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എയ്തർ ഇന്ത്യ, ചൈന, റഷ്യ എല്ലാം മൂന്നും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അമേരിക്ക അവരുടെ കയ്യിലുണ്ടായിരുന്ന വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ബന്ധത്തിനെ തൊലച്ചു കളഞ്ഞിരിക്കുകയാണ് അമേരിക്ക. ഇപ്പൊ അവർക്കത് വീണ്ടും വേണം, ഇന്ത്യയെ തിരിച്ചെടുക്കണം. അതിന് സാധിക്കുമോ എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. പക്ഷേ ഇന്ത്യ ഒരു അവസരം മുതലാക്കി ഏഷ്യൻ സൈഡിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതിലൊരുവിധം സക്സസ് ആയ ഒരു അവസ്ഥയിലുമാണ്. ഇനി അമേരിക്ക ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ തന്നെയും ഇന്ത്യ വളരെ സ്വാഗതപൂർവ്വം അവരെ സ്വീകരിക്കും. പക്ഷേ പഴയതുപോലെ ഉണ്ടാവില്ല. അതായത് പഴയതുപോലെ ഉണ്ടാച്ചാൽ നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കാണിക്കും. പക്ഷെ അതേസമയം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ മറ്റുള്ള ഒരു രാജ്യങ്ങളെയും തള്ളി പറയാൻ നമ്മൾ തയ്യാറല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരം വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുകയാണ്. ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൂടെ നമ്മളുടെ ട്രേഡ് എക്സ്പാൻഷൻ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമേരിക്ക മടങ്ങി വരും. അമേരിക്കയ്ക്ക് മടങ്ങി വരാതിരിക്കാൻ യാതൊരു പോസിബിലിറ്റീസും ഇല്ല. കാരണം ഏഷ്യൻ സൈഡിൽ അവരുടെ ഡോമിനേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് മാർക്കോ റൂബിയോ ഉൾപ്പെടെ, ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ മറ്റു പലരും ഇപ്പൊ ഇന്ത്യയെ സമീപിക്കുന്നതായിട്ടാണ് വാർത്തകൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവൻ അമേരിക്കയിലെ പല പ്രമുഖ മാധ്യമങ്ങൾ വരെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് എതിരായിട്ട് വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല, ഇന്ത്യക്ക് മാത്രമായിട്ട് ഇങ്ങനെ താരിഫ് ഇട്ട് കൊടുത്ത് വളരെ നല്ല സുഹൃത്തായിട്ടിരുന്ന ഇന്ത്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക എടുത്ത ഒരു നിലപാട് വളരെ മോശമായി പോയി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നികത്താൻ പറ്റാത്തൊരു ഡാമേജ് ആണ് അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദി ഷീ ജിൻപിങ്ങിന്റെ വണ്ടിയിലാണ് ഇന്നലത്തെ SCO സബ്മിറ്റിലേക്ക് വന്നത്. മടങ്ങി പോകുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്ററുടെ വാഹനത്തിൽ തന്നെയാണ് പോയത്. പക്ഷെ അതേസമയം ആ വാഹനത്തിൽ പുടിനും കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് രണ്ടുപേരും കൂടി ഏതാണ്ട് 40 മിനിറ്റ്സ് ആ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് സംസാരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പല രീതിയിലുള്ള ഡിഫൻസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഈ വർഷം ഡിസംബറിൽ ഈ ഒരു 2025 എൻഡിൽ നടക്കാനിരിക്കുന്ന ആ ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും ഏറ്റവും കൂടുതൽ രണ്ടുപേരും സംസാരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അടുത്ത SCO സബ്മിറ്റും ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗും രണ്ടും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അടുത്ത വർഷം ഇന്ത്യ അത് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ താരിഫ് പ്രശ്നങ്ങളൊക്കെ മാറി അമേരിക്ക നല്ല ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും ഇന്ത്യയുമായിട്ട് ആ സമയത്ത്. പക്ഷെ അമേരിക്കയ്ക്ക് കമാന്നൊരു അക്ഷരം ഇണ്ടാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ അതിനെ സെലിബ്രേറ്റ് ചെയ്യും. അമേരിക്കയ്ക്ക് അത് കണ്ടു നിൽക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് കമാന്നൊരു അക്ഷരം എതിർത്ത് പോലും പറയാൻ പറ്റത്തില്ല, ഒരു കമന്റ് പോലും പാസ്സാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അമേരിക്ക നിൽക്കും. അന്ന് വരെ ഈ താരിഫൊന്നും നീട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതായത് ഈ SCO സബ്മിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്ന വീർപ്പുമുട്ടലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ രീതിയിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, മാർക്കോ റൂബിയോയുടെ അപ്രോച്ച് ആയിക്കോട്ടെ, ന്യൂഡൽഹിയുമായിട്ടുള്ള കോൺവെർസേഷൻ ആകുന്നത് എല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ താരിഫിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഭരണകൂടം. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം ഇന്ത്യ ബ്രിക്സും SCO സബ്മിറ്റും ഇന്ത്യയിൽ ആഘോഷപൂർവ്വം നടത്തും.
അത് അമേരിക്ക ഒരു കമാന്നൊരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.